ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ പ്രകാശൻ കാർത്തികയുടെ അമ്മ മഹാലക്ഷ്മിയാണ് തെറ്റിദ്ധരിച്ചിട്ട് കാർത്തികയുടെ ഒരു ക്ലയൻറ്റിനെ കാണുകയാണ്. കാർത്തികയുടെ ക്ലയൻറ്റ് മാത്രമല്ല, ഒരു ഫാമിലി ഫ്രണ്ടും കൂടിയിട്ടാട്ടോ. അവർ കല്യാണം കഴിഞ്ഞ് കുട്ടിയൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ പെണ്ണിനെ കാണുമ്പോൾ നമ്മുടെ പ്രകാശൻ ആകെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലാണ് കാണുക. ഇതുവരെ കാണാത്ത കാർത്തികയുടെ അമ്മയല്ലേ, മാത്രമല്ല കാണാൻ ഭയങ്കര ചെറുപ്പവും ഭയങ്കര സുന്ദരിയുമാണ്. പ്രകാശൻ മനസ്സിൽ കണ്ട ആ രൂപം തന്നെ. അങ്ങനെ പ്രകാശൻ ഒളിച്ചും പാത്തും ഇവരുടെ സംസാരം കേൾക്കാൻ വേണ്ടി പോകട്ടോ. അപ്പോൾ ഒരു അമ്മയും മോള് സംസാരിക്കുന്ന രീതി തന്നെയാണ് പ്രകാശിന് തോന്നുന്നത്. പ്രകാശൻ അവൻ മനസ്സിലുറപ്പിക്കണം, അതെ ഇതെന്നെ കാർത്തികയുടെ അമ്മ, 2 ഫോട്ടോ എടുത്ത് വെച്ചേക്കാം, ഇടയ്ക്കിടയ്ക്ക് നോക്കാലോ, പിന്നെ അമ്മേനെ വിക്രത്തിനേക്കാം ഒന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞിട്ട് 2-3 ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നീടാണ് നമ്മുടെ കാർത്തിക ശ്രദ്ധിക്കുന്നത്, നമ്മുടെ പ്രകാശൻ ഇതൊക്കെ നോട്ട് ചെയ്യുന്നുണ്ട്. പ്രകാശ് തെറ്റിദ്ധരിച്ചു, തൻ്റെ അമ്മയാണ് മുമ്പിലിരിക്കണേന്ന് പ്രകാശ് തെറ്റിദ്ധരിച്ചെന്ന് മനസ്സിലാക്കുന്ന കാർത്തിക ഒരു പുതിയൊരു ഗെയിം കളിക്കാൻ വേണ്ടി വിചാരിക്കുകയാണ്. പ്രകാശിനെ ഒന്ന് പറഞ്ഞ് കളിച്ച് കൊതിപ്പിച്ചിട്ട് ഇല്ലാതാക്കി തീർക്കണം, നല്ല രസമല്ലേ കാണാനായിട്ട്. അതുകൊണ്ട് കാർത്തിക വിചാരിക്കും എന്തായാലും അമ്മയാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചു, അപ്പം അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഇരിക്കട്ടെ. എന്തായാലും ആ സ്ത്രീക്ക്, അതായത് കാർത്തികയുടെ ക്ലയൻറ്റ്, അവരുടെ ഫാമിലി ഫ്രണ്ടിനെ ഇവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു പണി കൊടുക്കാൻ വേണ്ടി അവരും കാർത്തികയുടെ കൂടെ നിൽക്കുകയാണ്. അങ്ങനെ പ്രകാശിട്ട് 8ന്റെ പണി തന്നെയാണ് കൊടുക്കുന്നത്. വിക്രത്തിന് മുമ്പ് കിട്ടിയ സെയിം പണി സ്വാതിനെ കണ്ട് വിക്രം മോഹിച്ചിട്ട് അവസാനം സ്വാതി ഒരു പണി കൊടുത്തില്ലേ, സോണിയുടെ കൂടെ നിന്നിട്ട് സെയിം പോലെ തന്നെ കാർത്തികയുടെ കൂടെ നിന്നിട്ട് ഇവരും നമ്മുടെ പ്രകാശിനെ പണി കൊടുക്കട്ടെ. പ്രകാശാണെങ്കിൽ സ്വപ്നം കാണാൻ തുടങ്ങി. ഇത്ര നാളെ മഹാലക്ഷ്മിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ മനസ്സിലൊരു രൂപം ഉണ്ടായിരുന്നില്ല. മഹാലക്ഷ്മി എന്ന് പറച്ചിൽ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ഇപ്പൊ ആ പെണ്ണെ കണ്ടതോടുകൂടി പ്രകാശം നിലത്തൊന്നും ഇല്ല കേട്ടോ. പറ്റുമെങ്കിൽ ഇന്നെങ്കിലും ഇന്ന് കല്യാണം കഴിച്ചേ പറ്റൂ. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കണമെങ്കിൽ കിരണിന്റെയും കല്യാണിന്റെയും ദീപയുടെയും ഫസ്റ്റ് ഭാര്യ ലക്ഷ്മിയുടെ മുമ്പിൽ പോയിട്ട് നന്നായിട്ട് നിവർന്ന് നിൽക്കാലോ. നാട്ടുകാരുടെ മുമ്പിൽ എല്ലാവരും അടുത്ത് പോയി എല്ലാവരും കൊതിയോടുകൂടി തന്നെ നോക്കുമോ, പ്രകാശിന് ഇത്രയും നല്ല പെണ്ണിനെ കിട്ടിയല്ലോ എന്നൊക്കെ വിചാരിക്കുമല്ലോ. അങ്ങനെ പ്രകാശ് സ്വപ്നം കണ്ടു തുടങ്ങുന്ന ഭാഗങ്ങളായിട്ട് നമ്മളിനി കാണാൻ പോണത്. എന്നാലും സൂപ്പർ എപ്പിസോഡ്സ് ആണ്. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.